ഹായ് ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് സെക്കൻഡ് കേവ് ആയിട്ടുള്ള ബേലോം കേവ്സിലാണ്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അങ്ങനെ ഞങ്ങൾ നേരെ ഓടിക്കേറിയ ജമലമടുഗു ബസ്സിലേക്കാണ്. 40 രൂപയാണ് ബസ് ടിക്കറ്റ്. ജമലമടുഗുവിൽ നിന്ന് കൊളിമുങ്ങുണ്ടിലേക്ക് ബസ് കയറി. ഒരാൾക്ക് 50 രൂപ. കൊളിമുങ്ങുണ്ടിൽ എത്തിയതും ഒരു ഫ്രൂട്ട് മിക്സ്. മൂന്നാമത്തെ ബസ് കയറേണ്ടത് ബേലോം കേവ്സിലേക്കാണ്. അവിടേക്ക് ലോക്കൽ ബസ് മാത്രമേ പോവുള്ളൂ, എക്സ്പ്രസ് ബസ് പോവില്ല. അങ്ങനെ 10 രൂപ ലോക്കൽ ബസ്സിൽ കൊടുത്തിട്ട് ഞങ്ങൾ ബേലോം കേവ്സിന്റെ ഫ്രണ്ടിലാണ്. ബേലോം കേവ്സിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ബുദ്ധന്റെ വലിയൊരു പ്രതിമയും കാണാം. മുതിർന്ന ആളുകൾക്ക് 70 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ ഞങ്ങൾ ഗുഹയുടെ ഉള്ളിലേക്ക് പോയോക്കാണ്. കണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഗുഹയുടെ കുറച്ച് കഥകൾ കേൾക്കാം. മേഘാലയയിലെ ക്രൈംലിയാത് പ്രാഗ് കഴിഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഗുഹയാണ് ബേലോം കേവ്. 3.5 കിലോമീറ്റർ നീളമുള്ള ഈ ഗുഹ 1.5 കിലോമീറ്റർ മാത്രമാണ് വിനോദസഞ്ചാരികൾക്ക് സഞ്ചരിക്കാൻ പറ്റും. BC 4500 കാലഘട്ടത്തിൽ ജൈന ബുദ്ധ സന്യാസിമാർ ഇവിടെ സന്യാസം ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. അസാധാരണമായ ഘടനാപരമായ ഈ ഗുഹ കറുത്ത ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രവതി നദിയിൽ നിന്നുള്ള വെള്ളം തുടർച്ചയായി ചുണ്ണാമ്പുകല്ല് പാറകൾ നശിപ്പിച്ച് ഒരു വലിയ ഗുഹയായി മാറി. സംസ്കൃതത്തിൽ ബിലം എന്ന വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ദ്വാരം എന്ന. ഈ ഗുഹയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ക്യാമറമാൻ അവിടെ കാണാം. ഗുഹയിലെ ചളിയിൽ ചവിട്ടി തെന്നി വീഴാണ്ട് ശ്രദ്ധിക്കും. ചെരുപ്പ് കൈ പിടിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. ഈ ഗുഹയിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഒന്നും ശ്രദ്ധ തെറ്റി കഴിഞ്ഞാൽ നമ്മൾ ചളിയിൽ തെന്നി പോകാതിരിക്കാൻ പാറമുകളിൽ താങ്ങി പിടിച്ചാണ് ഞങ്ങൾ നടക്കുന്നത്. എല്ലാ സ്ഥലത്തും കാണാൻ ഇതേപോലെ നശിപ്പിക്കുന്ന കുറച്ച് പേര്. ഈ ഗുഹയിൽ വായുപ്രവാഹത്തിനായി ഇതേപോലെ കുറെ പൈപ്പുകൾ. ഈ സ്റ്റെയർ കേസ് ഡാമേജ് ആണ്, എന്നാൽ ഇത് കൂടെ കുറെ പേര് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി നമുക്ക് പാതാളഗംഗയിലോട്ട് പോവാം. ഇവിടെ ഒരു വറ്റാത്ത അരുവിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ശിവലിംഗ രൂപത്തോട് കൂടിയുള്ള കല്ലും കാണാം. ശ്വാസം മുട്ടുള്ള ആളുകളെന്ന് ഞാൻ ഈ ഗുഹ സജസ്റ്റ് ചെയ്യില്ല. എനിക്ക് തന്നെ ഈ ഗുഹയിലൂടെ നടക്കാൻ പേടിയായിരുന്നു ഗൈസ്. ഇപ്പൊ ആളുള്ളത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഗുഹയിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ഞങ്ങളുടെ കാലുകൾ നോക്കി അന്തം വിട്ട് നിൽക്കുമായിരുന്നു ഗൈസ്. അപ്പൊ ഇതാണ് ബേലോം കേവ്സ്. ഇത് ആന്ധ്രാപ്രദേശിൽ ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. ഞങ്ങൾ ഫുള്ള് വിസിറ്റ് ചെയ്തു. കുറേയൊക്കെ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എത്രത്തോളം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് ക്യാമറ കണ്ണുകൾ എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസിൽ ഒരു സ്ഥലമാണ് ബേലോം കേവ്സ്. അപ്പോൾ ഇത്തരം യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.